നമസ്കാരം. ബിസിനസ് രംഗത്തെ വിജയകഥകൾക്കൊപ്പം ഓരോ സംരംഭകൻ്റെയും പിന്നിലുള്ള ചിന്തകളും അവരുടെ യാത്രകളും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ബി സ്റ്റോറീസ് ബൈ ഹെത്താലിയോ എന്ന ബിസിനസ് ടോക്ക് ഷോയുടെ രണ്ടാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡയക്രാഫ്റ്റ് ഡിസൈൻ സ്റ്റുഡിയോയുടെ അമരക്കാരൻ അഫീഫ് സ്വാഗതം. താങ്ക് യു. അഫീഫ്, ഈ ഒരു ബിസിനസ് ഡിസൈനിങ്, ഇൻറ്റീരിയർ ഡിസൈനിങ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ മേഖലയിലോട്ട് എത്താനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? എങ്ങനെയാണ് ഇതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി? പ്രചോദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച സമയങ്ങളിലും അതുപോലെ ആ സമയങ്ങളിലൊന്നും ഈ ഒരു കോഴ്സും ഈ ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാണ്ട് ട്രെൻഡിങ് അല്ലാത്തൊരു സമയമായിരുന്നു. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ജോബൊക്കെ ഒന്നും കൂടെ നല്ല രീതിയിലാവാം എന്നുള്ള ഒരു കോൺസെപ്റ്റിലായിരുന്നു അത് ചൂസ് ചെയ്തത്. പിന്നെ പണ്ട് മുതലേ ആർട്ടിസ്റ്റ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ക്രാഫ്റ്റ് ഐറ്റംസിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒത്തിണങ്ങിയ ഒരു കോഴ്സാണ് ഇൻറ്റീരിയർ ഡിസൈൻ എന്നുള്ളത് കൊണ്ടാണ് ആ കോഴ്സ് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം. നമ്മുടെ പാഷനോട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു കോഴ്സ് നന്നായി. അതെ അതെ. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ബിസിനസ്സിലോട്ട് കടക്കുന്നതിന് മുന്നേ ഡയാക്രാഫ്റ്റ് എന്നുള്ള പേര് അതൊരു യുണീക്കായിട്ടുള്ള പേരാണ്. എങ്ങനെയാണ് ആ പേരിലോട്ട് എത്തിയത്? അത് ഒരുപാട് സ്റ്റോറിയുള്ളൊരു പേരാണ്. നമ്മൾ ഒരുപാട് പേരുകൾ നമ്മൾ ചൂസ് ചെയ്തിരുന്നു. അപ്പോൾ എങ്ങനെ നോക്കുമ്പോഴും നമ്മളൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രാപ്പ് ഐറ്റംസിനെ എങ്ങനെ ഒരു റീസൈക്കിൾ ചെയ്തൊരു പുതിയ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റിലായിരുന്നു നമ്മൾ സ്റ്റാർട്ടിങ് സമയങ്ങളിലും ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് സ്ക്രാപ്പ് എന്നാണ് നമ്മൾ ഡയാക്രാഫ്റ്റിൻ്റെ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയമെൻഷൻ്റെ ഡയം, സ്ക്രാപ്പിൻ്റെ ക്രാപ്പുമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതൊരു ഡിസൈൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡിസൈൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ അഫീഫ് സൂചിപ്പിച്ച പോലെ സ്ക്രാപ്പ് ആയിട്ടുള്ള ഈ ഉപയോഗശൂന്യമായ കാര്യങ്ങൾ പുതിയ ഡിസൈനിൽ ആൾക്കാർക്ക് ആകർഷകമായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള രീതിക്ക്. അപ്പോൾ അത് ഡയാക്രാഫ്റ്റിൻ്റെ ഒരു പ്രഖ്യാപിത നയം തന്നെയാണോ? അതായത് എല്ലാ ഡിസൈൻസിലും അല്ലെങ്കിൽ എല്ലാ ക്ലയൻസിനും ഇത് ഇങ്ങനത്തെ ഒരു സർവീസ് കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ടോ? ഒട്ടുമിക്ക നമ്മൾ ഡിസൈനുകളിലും അത് ഫോളോ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ എല്ലാത്തിലും നമ്മളത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മളെ ഡിസൈനിന് മിസ്മാച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിലും ഒരു ചെറിയ എലമെൻ്റെങ്കിലും കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ. നമ്മുടെ ബിസിനസ്സിലോട്ട് വരുമ്പോൾ ഈ ഡയാക്രാഫ്റ്റ് ഡിസൈൻ സ്റ്റുഡിയോ എന്നുള്ള സ്ഥാപനം ഇത് തുടക്കം വിട്ടിട്ട് എത്ര കാലമായി? എങ്ങനെയായിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിങ്? ഡയാക്രാഫ്റ്റ് ഡിസൈൻ സ്റ്റുഡിയോയുടെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ കോവിഡ് സമയത്താണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ മുന്നേ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയായിരുന്നു. പിന്നെ അതുപോലെ ഈ കോവിഡ് കാലങ്ങളിൽ എല്ലാവരും ലോക്ക്ഡൗൺ കാര്യങ്ങളായി ജോലിയിൽ നിന്നൊക്കെ പിരിഞ്ഞു പോകേണ്ടിയൊക്കെ വന്നു. അപ്പോൾ നമ്മൾ 3 സുഹൃത്തുക്കൾ കൂടി തുടങ്ങിയായിരുന്നു ഈ ഡയാക്രാഫ്റ്റ് എന്നുള്ള സംഗതി. ഇപ്പോഴും ഈ 3 സുഹൃത്തുക്കളും ഈ സ്ഥാപനത്തിൽ നിലവിലുണ്ടോ? ഉണ്ട്. ഓക്കെ. ആ സൗഹൃദം നിലനിൽക്കട്ടെ, ബിസിനസ് അതുപോലെ വളരട്ടെ. ഇനി ഡയാക്രാഫ്റ്റ് അല്ലെങ്കിൽ ഏത് ഇത്തരത്തിലുള്ള സർവീസ് ഇൻഡസ്ട്രി തുടങ്ങുമ്പോഴും നമുക്ക് ഫസ്റ്റ് ക്ലയൻറ്റ് എന്നുള്ളത് എപ്പോഴും ഫ്രണ്ട്സ്, ഫാമിലീസ് എന്നുള്ള രീതിയിലായിരിക്കും സ്വാഭാവികമായിട്ട് വരിക. അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു ഫസ്റ്റ് ക്ലയൻറ്റിൻ്റെ സർവീസ് കൊടുത്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്തൊരു സെഗ്മെൻറ്റിലോട്ട് പോകാൻ പറ്റുള്ളൂ. അത് മിക്കപ്പോഴും കിട്ടാൻ, രണ്ടാമത്തെ ഒരാളെ കിട്ടാൻ എപ്പോഴും ബുദ്ധിമുട്ടുമാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ഫസ്റ്റ് ക്ലയൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് മുതൽ ക്ലയൻറ്റ്സ് വന്നു തുടങ്ങിയിരുന്നോ? അല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത ക്ലയൻറ്റ് വന്ന് കിട്ടിയിരുന്നോ? അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു? അത് സംഗതി ഇപ്പോൾ പറഞ്ഞ പോലെ ക്ലയൻറ്റുകൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. നമ്മൾ സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ നമ്മളെ പറ്റി അറിഞ്ഞു വരാനുള്ളൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം ഏകദേശം നമ്മൾ വിചാരിച്ച രീതിയിൽ ഇപ്പോൾ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഡിസൈനിന് പുറമെ കൺസ്ട്രക്ഷനും സർവീസും കൂടി കൊടുക്കുന്നുണ്ടല്ലോ, ടേൺ കീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ അത്തരം സർവീസുകൾ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഓൺ മാൻ പവർ മാത്രം മതിയാവില്ല. നമുക്കൊരു ടീം വേണ്ടി, വലിയൊരു ടീം വേണ്ടി വരും. കാർപ്പൻറ്റേഴ്സ് മുതൽ പെയിൻറ്റേഴ്സ് വരെയുള്ള വലിയൊരു ടീം വേണ്ടി വരും. ഇത്തരം ഈ ടീമിന് ഒരു കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണോ തുടക്കം മുതലേ വെച്ചത്, അതോ നമുക്ക് ഓൺ സ്റ്റാഫായിട്ടുണ്ടായിരുന്നു?
ഇപ്പോൾ നമ്മൾ തുടക്കകാലങ്ങളിലൊക്കെ നമ്മൾ സബ്ബായിട്ട് കൊടുക്കാറായിരുന്നു. നമ്മളെ ഡിസൈൻ നമ്മൾ ഫൈനലൈസ് ചെയ്തതിന് ശേഷം നമ്മളെ കുറച്ച് നമ്മളെ ടൈപ്പുള്ള കുറച്ച് കാർപ്പൻറ്റേഴ്സും പെയിൻറ്റേഴ്സും ബാക്കി ലേബേഴ്സൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു കൊട്ടേഷൻ കാര്യങ്ങൾ അവരുടെ അടുത്ത് നിന്ന് എടുപ്പിച്ചിട്ട് ക്ലയൻറ്റിന് സൂപ്പർവിഷൻ ചാർജ് നമ്മളെ ഒരു ആഡ് ചെയ്തുകൊണ്ട് കൊടുക്കാറായിരുന്നു. ഓക്കെ. ഈ ഒരു കാലഘട്ടം നമ്മുടെ ഏറ്റവും സ്ട്രഗിൾ ആയിട്ടുള്ള കാലഘട്ടമായിരിക്കും, തുടക്കത്തിലുള്ള കാലഘട്ടം. അത് നമുക്ക് എല്ലാ ബിസിനസ്സുകാർക്കും മനസ്സിലാവുന്ന കേസുമാണ്. കാരണം തുടക്കത്തിൽ നമ്മുടെ പുതിയൊരു ഓഫീസ് ഇട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ആളുകളെ ബോധ്യപ്പെടുത്തി എന്നിട്ട് അതിലൊരു വർക്ക് പിടിച്ച് അത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാൻ നമുക്ക് 100% നമുക്ക് എനർജി ഉണ്ടാവും, നമ്മൾ അത് ഒരു എപ്പോഴും കോൺഫിഡൻറ്റും ആയിരിക്കും. അതല്ലാതെ ബിസിനസ്സിൽ ഉണ്ടായൊരു കോൺഫ്ലിക്റ്റ് എന്തായിരിക്കും, നമുക്കൊരു വെല്ലുവിളിയായിട്ട് വന്ന കാര്യം? വെല്ലുവിളിയായിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെ ഇപ്പോൾ നമ്മുടെ കോവിഡിൻ്റെ സമയങ്ങളിൽ നമ്മളെ എല്ലാ ബിസിനസ്സും ഫ്ലോപ്പായി നിൽക്കുന്ന സമയം, ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് നമ്മളെ ക്ലയൻറ്റുകളൊക്കെ ഇതിൽ സ്പെൻഡ് ചെയ്യാനൊരു താല്പര്യം കാണിക്കാറുണ്ട്. നമ്മുടെ ഈ ഫീൽഡ് തന്നെ കുറച്ച് ലക്ഷറി ആയിട്ട് വരുന്നൊരു സെഗ്മെൻറ്റിൽ വരുന്ന നിർബന്ധമില്ലാത്ത കാര്യം, ലക്ഷറി സെഗ്മെൻറ്റിൽ വരുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ആളുകൾ ഈ കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്യാന്നുള്ളതിൽ മാറ്റിവെക്കും. അപ്പോൾ ആ സമയങ്ങളിൽ എല്ലാ തരം ആളുകൾക്കും ഫേസ് ചെയ്യുന്ന രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡ് നിന്ന് കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ സ്ഥാപനങ്ങളും ഇപ്പോൾ ഈ ഒരു ആണി മുതൽ ബാക്കി അങ്ങോട്ടുള്ള സാധനങ്ങളൊക്കെ സ്റ്റോപ്പ് ആവുകയാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ആവുന്ന പോലെ നമ്മൾക്കും ചെറിയ ഡൗൺ വരും. ആ സംഗതി മാറിക്കഴിഞ്ഞാൽ അതേപോലെ ഉയർച്ചയും വരുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യം ഇപ്പോഴത്തെ നമ്മുടെ പ്രസൻറ്റ് സ്റ്റേജിലോട്ട് വരുമ്പോൾ, ഇപ്പോൾ ബംഗാൾ ഇലക്ഷന് ശേഷം ഹിന്ദി തൊഴിലാളികൾ, അതിഥി തൊഴിലാളികളുടെ ലഭ്യത വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവെ കാണുന്നൊരു ട്രെൻഡ്. ഈ ഒരു കാര്യം ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു പെയിൻറ്ററിനെ നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റിങ് ടീം പറയില്ല നമ്മളെ ഹിന്ദിക്കാരൊക്കെ ഇലക്ഷനായിട്ട് പോയിട്ടുണ്ട്, ഇപ്പോൾ ഈദാണ്, ഈദിന് വേണ്ടിയിട്ട് നാട്ടിൽ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പണിക്കാരെ കിട്ടാനില്ല. മലയാളീസ് ആണെന്നുണ്ടെങ്കിൽ ഉള്ള ആളുകളൊക്കെ ഫുള്ള് തിരക്കിലുമാണ്. മാച്ച് ചെയ്യാൻ പറ്റില്ല. രണ്ട് രീതിയിൽ ഇപ്പോൾ പല ആളുകൾക്കും പലതരം റേറ്റുകളാണ്. ഇപ്പോൾ ഈ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് നമ്മുടെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന വിഷയമാണ്. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പ്രൊജക്റ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു ഹാൻഡ് ഓവറിങ് സമയത്തോ അല്ലെങ്കിൽ പ്രൊജക്റ്റ് റൺ ചെയ്തുകൊണ്ട സമയത്തോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും. പിന്നെ നമ്മുടെ ഒരു വർക്കിൻ്റെ സമയത്ത് ഇതുപോലെ ലേബേഴ്സിനും ഇതൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് പെയിൻറ്റിങ്, അതായത് പെയിൻറ്റിങ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ മറ്റേ നോർമൽ അങ്ങനത്തെ അല്ല, കുറച്ച് നമ്മൾ വേണ്ട ഇൻറ്റീരിയർ ആർട്ട് വർക്ക് അങ്ങനത്തെ കാര്യങ്ങളായിട്ട് കുറച്ച് നമുക്ക് അവൈലബിൾ അല്ലാത്തൊരു സമയം വന്നിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വർക്ക്ഷോപ്പുകളും അങ്ങനത്തെ ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ പരിപാടികളൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ വരുന്ന കുറച്ച് സുഹൃത്തുക്കളും എല്ലാവരും കൂടി നമുക്ക് അവിടേക്ക് വേണ്ട ആർട്ട് വർക്ക് അങ്ങനത്തെ ഇൻറ്റീരിയർ ഡെക്കോർ ഐറ്റംസുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കണ്ട് അവിടെ റെഡിയാക്കി കൊടുക്കേണ്ട ഒരു ഇത് വന്നു. ഒറ്റ ദിവസം കൊണ്ട് അവിടുത്തെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, കൺഗ്രാറ്റ്സ്. അതൊരു ടീം വർക്കിന്റെ എഫേർട്ട് തന്നെയാണ്. നമ്മുടെ ഈ സുഹൃത്തുക്കളും നമ്മുടെ സർക്കിൾ എത്രത്തോളം വലുതാവുന്നോ അതിനനുസരിച്ച് നമുക്ക് അതിന്റെ സപ്പോർട്ട് കിട്ടി തുടങ്ങുന്നുള്ളതാണ്. ഇനി നമ്മുടെ ഡയാക്രാപ്പ് ആ ഒരു വാക്ക് എനിക്ക് എപ്പോഴും ഈസി ആയിട്ട് പറയാൻ പറ്റുന്നില്ല. ബട്ട് ഒരു നല്ലൊരു അർത്ഥമുള്ള വാക്കാണെങ്കിൽ കൂടി ഡയാസ്ക്രാപ്പ് എന്ന് ചിലപ്പം വരും. അത് ഒരു വാക്ക് അങ്ങനെ സ്ലിപ്പ് ആവാൻ ചാൻസ് ഉള്ള വാക്കാണ്. അത് എല്ലാവരും തുടക്കകാലത്തിൽ എപ്പോഴും നമുക്ക് ഒരു കളിയാക്കുന്ന രൂപത്തിലായിരുന്നു. ഡിക്കാപ്രിയോ അങ്ങനെ പല പേരുകളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. മനസ്സിൽ ഒരിക്കലും ഉറച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് നിൽക്കും. അതുവരെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഡയാക്രാപ്പിൻ്റെ ബാക്കിയുള്ള ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു ആ സമയത്ത് നമുക്ക് ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത ഫീൽഡായിരുന്നു, അല്ലെങ്കിൽ പുതിയതായിട്ട് വന്നൊരു സാധനമായിരുന്നു. ഇന്റീരിയർ ഡിസൈൻ എന്നുള്ള ടേം തന്നെ ആൾക്കാർക്ക് പരിചയം കുറവായിരുന്നു.
പിന്നീട് അത് വളരെ പോപ്പുലറായി. ഇന്റീരിയർ ഡിസൈൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനർ ഇല്ലാത്തൊരു വീടിൻ്റെ പ്രൊജക്റ്റ് ഇല്ല എന്നുള്ള രീതിയിലോട്ട് നമ്മുടെ നാട്ട്, പ്രത്യേകിച്ച് മലബാർ ഏരിയ മാറി. ഇപ്പോൾ ഡയാക്രാപ്പ് ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് എന്നുള്ള എന്തുകൊണ്ട് വ്യത്യസ്തമായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറഞ്ഞാൽ എന്താ പറയുക? മറ്റുള്ള സ്ഥാപനങ്ങളൊന്നും, മിക്ക ഡിസൈൻ സ്ഥാപനങ്ങളും അത് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാറ് ഇല്ല. എക്സിക്യൂട്ട് ചെയ്യൽ കുറവാണ്, ഇല്ല എന്നല്ല, കുറവാണ്. അപ്പോൾ നമ്മൾക്ക് മെയിനായിട്ട് നമ്മൾ എക്സിക്യൂഷനും കൂടി ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ അടുത്തേക്ക് കൂടുതൽ ആൾക്കാരും കോണ്ടാക്ട് ചെയ്യാൻ കാരണം. അപ്പോൾ ആ വ്യത്യാസം എന്ന് പറയുന്നത് നോർമലി പണ്ട് കാലത്ത് ആർക്കിടെക്ട്സ് വീടിന് ഡിസൈൻ കൊടുത്തു, കോൺട്രാക്ടേഴ്സ് അത് ചെയ്യുമ്പോൾ അതിന്റെ പകുതി പോലും എത്താത്തൊരവസ്ഥ വരും. അല്ല, പ്രാക്ടിക്കൽ ഇഷ്യൂ അതിൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു മറ്റേ ഡിസൈൻ കൊടുത്ത് അത് ഒരു കാർപ്പൻറ്ററിനെ കൊണ്ട് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ സ്കെയിലും കാര്യങ്ങളും കറക്റ്റായിട്ട് റെഡി ആക്കിക്കൊള്ളണമെന്നില്ല. പിന്നെ ആ കാർപ്പൻറ്ററിൻ്റെ ഇഷ്ടമായിരിക്കും അതിന് എത്ര സൈസ് വേണം. അത് കാർപ്പൻറ്ററും ക്ലയൻറ്റും കൂടി ഇതിങ്ങനെ കഴിഞ്ഞാൽ അങ്ങനെ അത്ര രസമായിരിക്കില്ല അങ്ങനെ പറഞ്ഞ് അവര് ക്ലയൻറ്റും കാർപ്പൻറ്ററും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയായിട്ട് കാണുമ്പോൾ തന്നെ അതൊരു മിസ്മാച്ചിങ് നമുക്ക് ഫീൽ ആവും. അത് നമ്മുടെ ഡിസൈനിനോട് നീതി പുലർത്താത്തൊരവസ്ഥ. ഇനി പിന്നെ ഈ ക്ലയൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ ക്ലയൻറ്റുകൾ പൊതുവെ വലിയ പ്രതീക്ഷയും ചെറിയ ബഡ്ജറ്റും ആയിരിക്കും ഉണ്ടാവുക. നോർമൽ കേസിൽ പ്രതീക്ഷകൾക്ക് അനുസരിച്ചുള്ള ബഡ്ജറ്റ് വരാറില്ല. സിമിലർ കേസാണ് ഞങ്ങളുടെ ഇൻഡസ്ട്രി ആണെങ്കിലും, നമ്മുടെ അഡ്വർടൈസിങ് ഇൻഡസ്ട്രി ആണെങ്കിലും സെയിം കൺസെപ്റ്റാണ്. അപ്പോൾ അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും വലുതായിരിക്കും, ബട്ട് അതിനനുസരിച്ചുള്ള ബഡ്ജറ്റ് വരില്ല. അപ്പോൾ ഇത്തരം ക്ലയൻസിനെ എങ്ങനെ കൺവിൻസ് ചെയ്യാറ്? നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കും, ഇന്ന മെറ്റീരിയൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന കോസ്റ്റ് വരും. ഇപ്പോൾ ഒരു ഷീറ്റ് പ്ലൈവുഡിനാണെന്നുണ്ടെങ്കിലും മൾട്ടിവുഡിനാണെന്നുണ്ടെങ്കിലൊക്കെ ഇത്ര റേറ്റ് വരും, അതിൻ്റെ ഇത്ര ലേബർ കോസ്റ്റ് വരും എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യും. പിന്നെ അത് മറ്റേ റേറ്റ് കുറക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് മെറ്റീരിയലിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു പരിധി വിട്ടിട്ട് നമ്മൾ മെറ്റീരിയൽ കോംപ്രമൈസ് ചെയ്യുന്ന വർക്കുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യില്ല എന്ന് പറയും. എന്താ വെച്ചാൽ ബാക്കി ഉള്ള ദിവസങ്ങളിൽ മൊത്തം ആ വീട്ടിൽ തന്നെ നമുക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. എപ്പോഴും കംപ്ലൈൻറ്റുകളും കാര്യങ്ങളാകുമ്പോൾ നമുക്ക് അവിടുന്ന് നമ്മൾ ഒരു വർക്ക് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ സൊല്യൂഷൻസും നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ നമുക്ക് ആ ക്ലയൻറ്റിനെ നമ്മളെ ലൈഫ് ടൈം കൊണ്ടുനടക്കേണ്ടി വരും, ആ ഒരു അവസ്ഥ വരും. ഇപ്പോൾ അതേപോലെ തന്നെ ക്ലയൻസിന് ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് വീട് നിർമ്മാണത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ ചേഞ്ചസ്. അവർ ഏതെങ്കിലും വീട് പോയി കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടൽ റൂമിൽ താമസിക്കും. ആ റൂമിലുള്ള കാര്യങ്ങൾ എൻ്റെ റൂമിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കും. അപ്പോൾ ഇപ്പോൾ ഫൈനലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റാൻ പറയും. അപ്പോൾ ഇതൊരു നോർമലി ഈ ഇൻഡസ്ട്രിയിൽ വരുന്നൊരു വെല്ലുവിളിയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സ്ഥിരമായിട്ട് വരാറുണ്ടോ? അല്ലെങ്കിൽ വരികയാണെങ്കിൽ തന്നെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാറ്? അത്തരം കാര്യങ്ങൾ സ്ഥിരമായിട്ട് വരാറ് കുറവാണ്. എന്താ വെച്ചാൽ നമ്മൾ അവരായിട്ട് അത്രയും കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ഫൈനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഔട്ട് കൊടുക്കാറ്. ഇപ്പോൾ മെയിനായിട്ട് ഉണ്ടാകാറ് ഇപ്പോൾ ഒരു വീട് ചെയ്യുമ്പോൾ അവരെ വൈഫിനാവും കൂടുതൽ സജഷൻസ് ഉണ്ടാവുക. അതെന്ന് വെച്ചാൽ യൂട്യൂബ് നോക്കി അതിൽ കാര്യങ്ങൾ കണ്ടിട്ട്, ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ആ തമ്പനയിൽ കാണില്ല കുറഞ്ഞ ചിലവിൽ വീടുണ്ടാക്കാൻ, കുറഞ്ഞ ചിലവിൽ ചെയ്യാന്ന് പറഞ്ഞു കണ്ടുള്ളതാണ് അവരെ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ടുള്ള സംഗതികൾ. അത് ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ ഭയങ്കര എക്സ്പെൻസ് ആവും. അപ്പോൾ ആ ഇത് കണ്ടിട്ട് ഇവിടെ നമ്മളെ മറ്റേ സൈറ്റിൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കും. അപ്പോൾ ചിലപ്പോൾ ആ കാര്യം തമ്മിൽ നമ്മളതിൽ മാച്ചിങ് അല്ലാത്തൊരു ഡിസൈന് കൂടി ആയിരിക്കും അവർ ചൂസ് ചെയ്യണത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ കാര്യത്തിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്ലയൻറ്റിനോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ ക്ലയൻറ്റിനൊപ്പം നമ്മൾ മാക്സിമം നമ്മൾക്ക് നമ്മൾ ഇതിൽ കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് പറയും. പിന്നെ അവരുടെ ഇഷ്ടം ആണെന്നുള്ള രീതിയിൽ നമ്മൾ എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല, അവരാണ് അതിന് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കണേ. പിന്നെ നമ്മളെ എനിക്കിത് മാത്രം ചെയ്യാൻ പറ്റുമെന്നുള്ള ചില ആൾക്കാരുണ്ട്. ഈ നമ്മളെ ഡിസൈനിൽ അല്ലാത്ത സാധനങ്ങൾ ചെയ്യൂല, നമ്മളെ ചെയ്യൂല എന്ന് പറഞ്ഞ് പോണ ടീമാണ്. അതുപോലെ നമ്മൾ നിൽക്കാറില്ല. എന്നുവെച്ചാൽ അവരാണ് സ്പെൻഡ് ചെയ്യാറുള്ളത്. അവരുടെ ഇഷ്ടം കൂടെ നമ്മൾ നോക്കണമല്ലോ എന്നുള്ള രീതിയിൽ
അങ്ങനെ ചെയ്യാറ്. മാക്സിമം നമ്മളെ ഡിസൈനിലോട്ട് നമ്മൾക്ക് താല്പര്യം ഇല്ലാന്ന് നമ്മള് ഓപ്പണായി പറയാറുണ്ട്. ഇനി ക്ലയൻസിന്റെ രീതിയിൽ തന്നെ പോകുമ്പോൾ ക്ലയൻറ്റുകൾ പൊതുവേ ഉണ്ടാവുന്ന ഒരു കേസ് എന്ന് പറയുന്നത്, ക്ലയൻസിൻ്റെ ഈ ബഡ്ജറ്റ് നേരത്തെ നമ്മൾ സംസാരിച്ചു, അതേപോലത്തെ ഡിസൈനിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു. ക്ലയൻറ്റുകൾ തന്നെ പിന്നെ നമ്മളായിട്ട് പിണങ്ങി പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവുമല്ലോ. അത് നമ്മുടെ പ്രശ്നം കൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ നേരത്തെ പറഞ്ഞ എക്സ്പെക്റ്റേഷൻ വലുതും നമ്മുടെ കൊടുക്കുന്ന ബഡ്ജറ്റ് കുറവായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു സമയത്തെത്തുമ്പോൾ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നുമല്ല ഈ നടക്കുന്നത്. ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ കാരണം, ഈ പുതിയ തലമുറയിൽ വരുന്ന ഇതേപോലെയുള്ള സംരംഭകത്തിലോട്ട് വരുന്ന ആളുകൾക്കുള്ള ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഇത്തരം ക്ലയൻറ്റുകളൊക്കെ നമ്മുടെ കൂടെ നിർത്തണം എന്ന് നമുക്ക് നിർബന്ധമാണോ, അല്ലെങ്കിൽ അവരെ വിട്ടിട്ട് അടുത്ത ക്ലയൻറ്റിലോട്ട് പോകാമെന്നുള്ളതാണ് ചിന്തിക്കുക? ഒരു പരിധി വരെയൊക്കെ നമുക്ക് കൂടെ നിർത്താം. പിന്നെ ഒരു ബിസിനസ്സാണല്ലോ ഇത്. അപ്പോൾ അവരെ നമ്മൾക്ക് ഒരു പ്രോഫിറ്റ് കിട്ടാത്ത രൂപത്തിൽ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണതിലൊരു അർത്ഥമില്ലാന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആ ഒരു നിലക്ക് നോക്കുമ്പോൾ മാക്സിമം നമ്മൾക്കൊന്നും കിട്ടാത്ത രൂപത്തിൽ അവർക്ക് നമ്മളൊരു സർവീസായി ചെയ്തു കൊടുക്കുന്നതിലൊരു കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ ഇപ്പോൾ മാർക്കറ്റിൽ സ്ഥിരമായിട്ട് കാണുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ പറഞ്ഞ മെറ്റീരിയൽസ്, പ്ലൈവുഡ്, മൾട്ടിവുഡ് പോലത്തെ PVC ബോർഡ്സ് പോലത്തെ കാര്യങ്ങളിലൊക്കെ ലൈഫ് ടൈം വാറണ്ടി 25 വർഷം 15 വർഷം ഇങ്ങനെ കുറേ പരസ്യവാചകങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? വാസ്തവമുണ്ടോ എന്ന് ചോദിച്ചാൽ, ബ്രാൻഡഡ് കമ്പനികളിലെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനികൾ പിന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് പിന്നെ ഒരു ചെറിയൊരു ഹോപ്പുണ്ട്. പിന്നെ ഇപ്പോൾ ഈ PVC ബോർഡ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മളൊരു ട്രസ്റ്റിൻ്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെന്നുവെച്ചാൽ അത് അവർ പറയണതൊന്ന് വിശ്വസിക്കാന്നുള്ളതാണ്. മറ്റേ വെച്ചാൽ ഇപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൈനയിൽ നിന്നൊരു ഒരു കണ്ടെയ്നർ ബോർഡ് ഇറക്കാനുള്ള കേപ്പബിലിറ്റി സ്റ്റോറേജ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ ഡയാക്രാഫ്റ്റ് എന്നുള്ള പേരിൽ ഷീറ്റ് അടിച്ചുകൊണ്ട് കൊണ്ടുവരാം. അതിന് ഡെൻസിറ്റിയാണ് നമ്മളിവിടെ ഡെൻസിറ്റി ചെക്ക് ചെയ്യാനും കാര്യങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു പരിപാടിയാണ്. നമ്മൾ ഇവിടെ നോക്കുകയെന്ന് വെച്ചാൽ സൈഡിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കും, ഇവിടെ അത്ര ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ നോർമലായിട്ട് ഇവിടെ കാണാം. അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങൾ വേറെ ഉണ്ടാവും, പക്ഷെ നോർമലായിട്ട് കാണല് ഇവിടെയാണ്. ഇങ്ങനെ നഖം വെച്ച് ഇവിടെ ഇങ്ങനെ നക്കി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകണില്ല എന്ന് പറഞ്ഞിട്ട്, പിന്നെ അതേപോലെ ഇത്ര വെയിറ്റ് ഉണ്ടാവും എന്ന് പറയും. വെയിറ്റിൻ്റെ ഒക്കെ ട്രസ്റ്റാണ്. എന്ന് വെച്ചാൽ ഈ സംഗതികളിൽ തന്നെ ഇപ്പോൾ കുറച്ച് വൈറ്റ് സിമെൻറ്റും ആഡ് ചെയ്ത് ആ വെയിറ്റ് ബാലൻസ് ചെയ്ത് വെക്കാനുള്ളതൊക്കെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ പറയണ ഇപ്പോൾ 7 ഡെൻസിറ്റി 8 ഡെൻസിറ്റി എന്നൊക്കെ പറഞ്ഞ ഷീറ്റുകൾ അത്ര ഉണ്ടെന്ന് നമ്മൾ ആ ഷോപ്പ് വരെ വിശ്വസിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് കാര്യമാണ്. പിന്നെ വരുന്ന സൊല്യൂഷൻസിന് ഇപ്പോൾ ആ ഷോപ്പ് അവിടെ ഉണ്ടെങ്കിൽ അവർ ആ ഷീറ്റ് കാര്യങ്ങൾ തരുന്നതാണ് നമ്മൾക്ക് വരുന്ന ഒരു വാറണ്ടി പീരീഡിൽ കിട്ടുന്നതാണ് അവർ തരുന്നൊരു വാക്കുകൾ. അതിൽ നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യാന്ന് മാത്രം. ഓക്കെ, ഇതൊരു അപ്പോൾ വിശ്വാസത്തിന്റെ പുറത്ത് പോകുന്നൊരു കാര്യമാണ്. എന്നിരുന്നാൽ കൂടി പ്രേക്ഷകരോട് പറയാനുള്ളത്, എൻ്റെ പരിമിതമായ അറിവിൽ നമുക്ക് ആ മെറ്റീരിയലിൻ്റെ റീപ്ലേസ്മെൻറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. ലേബർ കോസ്റ്റോ അതിൻ്റെ ഫിനിഷിംഗ് ടച്ചിന് വരുന്ന ബാക്കി മെറ്റീരിയൽസിൻ്റെ കോസ്റ്റോ ഒന്നും അതിൻ്റെ കൂടെ ഷോപ്പുകാർ പറയുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു ഷീറ്റിന് 7 ഷീറ്റ് വരെ ഒക്കെയാണ് പ്ലൈവുഡിനൊക്കെ. ഇപ്പോൾ കുറച്ച് കൂടിയ ടൈപ്പ് സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ പറയണതെന്ന് വെച്ചാൽ ഈ 7 ഷീറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ലേബർ കോസ്റ്റും കൂടി ഇൻക്ലൂഡ് ആയ ഒരു എമൗണ്ട് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലേബർ കോസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കവർ ചെയ്തെടുക്കാം. ഒരു ഷീറ്റിന് 7 ഷീറ്റ് വരെ. ഒരു വാർഡ്രോബ് കംപ്ലൈന്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഷീറ്റ് കംപ്ലൈന്റ് ആവുകയാണെന്നുണ്ടെങ്കിലും ഒരു 7 ഷീറ്റോളം അതിൽ കിട്ടുന്നതാണ് അവരെ അവകാശപ്പെടുന്നത്. അതും അവരെ മറ്റേ ലെറ്റർ പാഡിലുള്ള കാര്യങ്ങളും ഒക്കെ ആദ്യം സൈൻ ചെയ്തിട്ടാണ് ഈ വാറണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്കത് ക്ലെയിം ചെയ്ത് എടുക്കാനുള്ള സമയം എന്തായാലും ആയിട്ടില്ല. നമ്മൾ കോവിഡ് സമയത്ത് തുടങ്ങിയൊരു കമ്പനിയാണല്ലോ. അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. എല്ലാ കസ്റ്റമേഴ്സിനും അവർക്ക് കിട്ടിയ മെറ്റീരിയൽസ് ഒരു ഉദ്ദേശിച്ച പോലെ ലൈഫ് ടൈം കിട്ടട്ടെ എന്നുള്ള ആശംസിക്കാം. അത് നമുക്ക് പ്രാർത്ഥിക്കാനും ആശംസിക്കാനും നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇപ്പോൾ ക്ലയൻസിനായിട്ട് ഡീൽ ചെയ്യുന്നത് അഫീഫ തന്നെയാണല്ലോ കൂടുതൽ സമയം. ബാക്കി പാർട്ട്നേഴ്സ് ഉണ്ട് കൂടെ ഉണ്ടെങ്കിൽ കൂടി അഫീഫ തന്നെയാണ് ക്ലയൻസിനായിട്ട് കൂടുതൽ സമയം ഡീൽ ചെയ്യുന്നത്.
നമ്മുടെ ഏരിയയിലുള്ള ക്ലയൻസിൽ നിന്ന് ഒരു സാധനം മാറ്റി വെച്ചാൽ നന്നായിരുന്നു, ആ ഒരു സ്വഭാവത്തിൽ നിന്ന് ഒരു സാധനം മാറ്റി വെച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് സ്വഭാവമായിരിക്കും? ഓക്കെ, ഇപ്പോൾ ഇതിലിപ്പോൾ മാറ്റി വെക്കേണ്ട സംഗതി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മളിപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ കണ്ടിട്ട് ഇപ്പോൾ നമ്മളതിൽ വേണമെന്ന് വാശി പിടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള സംഗതി നമ്മളെ ഇതിൽ നിന്നും ഇപ്പോൾ ക്ലയൻറ്റുകളുടെ ബിഹേവിയറിൽ നിന്നും മാറ്റാമെന്ന് ഒരു ഇതുണ്ട്. ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കുറേ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥകൾ വരും. അവിടുത്തെ മറ്റുള്ള സ്ഥലങ്ങളിലെ സാധനം ചില ആളുകൾക്ക് 2-3 കോൺസെപ്റ്റിലുള്ള വീടുകളിൽ അത് നമ്മളതിൽ മിക്സ് ചെയ്ത് കണ്ട് ചെയ്യണം എന്ന് പറയും. അപ്പോൾ ഒരു മാച്ചും ഉണ്ടാവില്ല. ഇപ്പോൾ ട്രഡീഷണൽ ടൈപ്പുള്ള സാധനങ്ങൾ കണ്ടിട്ട് ഒരു കണ്ടംപററി ഡിസൈനിലും ഒരു കൊളോണിയൽ ഡിസൈനിലൊക്കെ കൊടുക്കണം എന്ന് പറയുമ്പോൾ അതൊരു മാച്ചിങ് ഉണ്ടാവില്ല. ഒരു കണ്ടംപററി വീട്ടിൽ ആട്ടുകട്ടിൽ കൊടുന്ന് വെക്കണം എന്ന് പറയുമ്പോൾ മാച്ചിങ് ഇല്ലാത്തൊരു സംഗതി വരും. ഇപ്പോൾ ഏകദേശം എത്ര ക്ലയൻസിനെ സെർവ് ചെയ്തിട്ടുണ്ടാവും? 200+ ക്ലയന്റുകൾ ഒരു ഈ 5 വർഷത്തെ ഏകദേശം ഗ്യാപ്പിൽ 200+ ക്ലയൻസ്. അത് നല്ലൊരു അച്ചീവ്മെന്റ്. ചെറുതും വലുതുമായിട്ടുള്ള ഒരു കണക്കാണ്. അപ്പോൾ അതൊരു സിംഗിൾ വാർഡ്രോബ് ചെയ്തുണ്ടാവും, അല്ലെങ്കിൽ ഫുൾ പ്രൊജക്ട് ചെയ്തുണ്ടാവും. സിംഗിൾ വാർഡ്രോബ് പറയുമ്പോൾ ഒരു റൂം കാര്യങ്ങൾ നമുക്ക് മുന്നായി വന്നിരുന്നതൊക്കെ അധികം കല്യാണ വർക്കുകളായിരുന്നു. കല്യാണത്തിന് പുതിയ ആപ്പിളിൻ്റെ റൂം സെറ്റ് ചെയ്യുക, പുതിയ എണ്ണിൻ്റെ റൂം സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വർക്കുകളായിരുന്നു ആദ്യം സമയങ്ങളിലൊക്കെ വന്നിരുന്നത്. ഇപ്പോൾ ഒരു വീട് മൊത്തമായിട്ടുള്ള വർക്കുകളാണ് ഇപ്പൊ നിലവിലുള്ള കാര്യങ്ങളൊക്കെ. ഏകദേശം ഈ പറഞ്ഞ പോലെ സിംഗിൾ വർക്കുകൾ നമ്മൾ എടുക്കാറുണ്ട്. ഏകദേശം 5 വർഷം 200ഓളം ക്ലയൻസുകൾ എന്ന് പറയുമ്പോൾ ഇതിൽ എപ്പോഴും ഓർത്ത് സന്തോഷിക്കുന്ന ഒരു ക്ലയന്റ് ഉണ്ടെങ്കിൽ അത് ആ ക്ലയന്റിന്റെ പേര് പറയണമെന്നില്ല, ആ പ്രൊജക്ട് പറഞ്ഞാലും മതി. നമ്മുടെ ഇവിടെ വൈലത്തൂര് ഭാഗത്ത് കുറുക്കോളിൽ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ തന്നെ ആയിരുന്നു നൈറ്റും മോർണിംഗും എല്ലാം ഫുള്ളായിട്ട് നിന്ന് തീർത്ത് കൊടുക്കേണ്ട അത് പെട്ടെന്ന് വന്നൊരു വർക്കായിരുന്നു. അപ്പോൾ ഫുൾ ടൈം നമ്മൾ അവരെ ഒപ്പം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ അവർക്ക് 1 മാസമാണ് അവർ വീട്ടിൽ താമസിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലേക്ക് വരുന്നതിൻ്റെ മുന്നായിട്ട് അവിടുത്തെ ഫുൾ വർക്ക് തീർക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഫുൾ എഫേർട്ട് നമ്മൾ ഫുൾ ലേബേഴ്സിനും എല്ലാ ആൾക്കാരും അവിടെ ഒരു ദിവസം തന്നെ ഇപ്പോൾ ഒരു 2500 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിൽ വരുന്ന വീടായിരുന്നു. ആ ഇതിൽ തന്നെ ഒരു 40 പണിക്കാരൊക്കെ അതിൽ ഇൻക്ലൂഡ് ആയിക്കൊണ്ടൊക്കെ ആയിരുന്നു അന്ന് വർക്ക് നടന്നിരുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് കൂടി പോകുമ്പോൾ മറ്റു പണിക്കാരുടെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് അവരെ ഭാഗത്ത് നിന്ന് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരു വർക്കായിരുന്നു അത്. നമ്മളെ ഇപ്പോൾ അത് ചെയ്തു കൊടുത്തതിന് നമുക്ക് നല്ല അപ്രിസിയേഷനും ഇപ്പോഴും നല്ല ബന്ധമുണ്ട് അവരായിട്ട്. അപ്പോൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ട് ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ അവരെ സ്വപ്നങ്ങൾ തീർത്തു കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ നമുക്ക് സന്തോഷത്തിന് കിട്ടുന്നൊരു വക. ഇനി ഈ മേഖലയിലോട്ട് വരാൻ താല്പര്യമുള്ള ആളുകൾ അവരോട് ഒരു കാര്യം പറയണം, അവരിത് അറിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് ചിന്തിക്കുന്നൊരു കാര്യം ഉണ്ടാവുമല്ലോ. അവരിത് പഠിച്ച് ഈ കാര്യം മനസ്സിലാക്കിയിട്ട് മാത്രം ഈ മേഖലയിലോട്ട് വന്നാൽ മതി എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടെങ്കിൽ അതേതായിരിക്കും? ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഈ AI വന്നതുകൊണ്ട് AIൻ്റെ കുറേ പ്രശ്നങ്ങളും ഉണ്ട്, നമുക്ക് എളുപ്പങ്ങളും ഉണ്ട്. ഇപ്പോൾ AIൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾക്കുള്ള ജോലി സാധ്യതകൾ നഷ്ടപ്പെടാവുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതുപോലെ ഇപ്പോൾ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു പെട്ടെന്നൊരു സംഗതി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമായ പ്രോംപ്റ്റുകളും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ബേസിക് ഔട്ട് AI നമ്മൾ എപ്പോഴും നമ്മൾ വിചാരിച്ച പക്കാ സാധനം നമുക്ക് ലഭിച്ചോളണം എന്നില്ല. അതിൽ ഇപ്പോൾ AI വെച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഔട്ടും ചിലപ്പോൾ കിട്ടാറുണ്ട്. അപ്പോൾ എപ്പോഴും ഇപ്പോൾ AI തന്നെ അവർ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിസ്റ്റേക്ക് വരാവുന്നതാണ് പറയാറ്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളും AIക്കുണ്ട്. കോമ്പറ്റീഷൻ ഫീൽഡ് കണ്ടിട്ട് നമ്മൾ ഈ കാര്യങ്ങളിൽ ചൂസ് ചെയ്യാവർക്കും നന്നാവുക. പിന്നെ നമുക്കൊരു പാഷൻ ഇല്ലാണ്ട്
ബാക്കി വീട്ടുകാരുടെ ഒരു പ്രഷറും ഇപ്പോൾ ഈ കോഴ്സ് എടുത്തോ ഇത് ചൂസ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് എടുക്കുന്നതിനെക്കാട്ടി നല്ല നമ്മുടെ പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു കോഴ്സുമാണ് നമ്മൾ ഡിസൈൻ ഫീൽഡുമാണ്. ഓക്കെ, തീർച്ചയായിട്ടും പ്രേക്ഷകരെ, അഫീഫ് ഇപ്പോൾ പറഞ്ഞ കാര്യം ഒരു വാലിഡ് ആയിട്ടുള്ള പോയിൻ്റാണ്. നമ്മുടെ ജോലി മേഖലയിൽ, നമ്മുടെ വർക്ക് മേഖലയിൽ മൊത്തത്തിൽ എഐയുടെ ഒരു ഇൻഫ്ലുവൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എഐയെ പേടിച്ച് നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. എഐയെ കൂടെ നിർത്തുക, അതിനെ കൂടുതൽ പഠിക്കുക. ആ പഠിച്ചാൽ മാത്രമേ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് എങ്ങനെ നമ്മുടെ ജോലി മേഖലയിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ശ്രമിക്കുക. അതിനെ മാത്രം വിശ്വസിക്കാതിരിക്കാൻ നമ്മുടെ പാഷനിലും നമ്മുടെ വർക്ക്മാൻഷിപ്പിലും നമ്മുടെ ക്രാഫ്റ്റ്മാൻഷിപ്പിലൊക്കെ വിശ്വസിക്കുക. ഇതാണ് അഫീഫ് പറഞ്ഞതിലെ ഒരു ആകത്തുക. ഇനി നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ഡയാക്രാപ്പ് ഡിസൈൻ സ്റ്റുഡിയോനെ ഒരു 5 വർഷത്തിൽ എവിടെ എത്തിക്കാനാണ് താല്പര്യപ്പെടുന്നത്? എന്താണ് നിങ്ങളുടെ വിഷയം? 5 വർഷത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു മലപ്പുറം ജില്ലയിലെങ്കിലും അത് നമ്മളെ ഒരു അറിയപ്പെടുന്ന ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ലീഡിങ് കമ്പനി ആയിട്ട് മാറ്റണം എന്നുള്ളതാണ് നമ്മളൊരു ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം വർക്കും കാര്യങ്ങളും എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടി കൂടുതലായിട്ടുള്ള ഹയറിങ്ങോ അല്ലെങ്കിൽ ടീം ബിൽഡിങ്ങോ അല്ലെങ്കിൽ കൊളാബറേഷൻ മോഡുകളോ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഇപ്പോൾ ഹയറിങ് ആണ് നമ്മൾ അതിനായിട്ട് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ കൂടെ ഉള്ള ഇപ്പോൾ നമ്മൾ 3 ആൾക്ക് പുറമെ 2 സ്റ്റാഫുകളുമായിട്ടാണ് നമ്മളെ ഇത് റൺ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബാക്കി പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ ആർക്കിടെക്ട്സാണ്, പിന്നെ ഒരാൾ സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ നമ്മളെ ബാക്കി പരിപാടികളും ഡിസൈൻ പരിപാടികളും അറിയാം ആർക്കിടെക്റ്റ് ഞാനും കൂടെയാണ് നോക്കാറ്. ബാക്കി കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള വർക്കുകളൊക്കെ ഇപ്പം നമ്മളെ സിവിൽ എഞ്ചിനീയർ ആയിട്ടുള്ള ആഫിദാണ് നോക്കാറ്. മറ്റേ ഫാസിൽ എന്നാണ് മറ്റേ പാർട്ട്ണറിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൂട്ടായ്മ ഒരുമിച്ച് നിർത്തിയിട്ട് ഡയാക്രാപ്പ് ഡിസൈൻ സ്റ്റുഡിയോ എന്നുള്ള ഈ സ്ഥാപനം വളർത്തട്ടെ. ഈ കൂട്ടായ്മ എല്ലാ കാലത്തും ഒരുമിച്ച് ഒരേ ബോണ്ടിങ്ങോടുകൂടി നിലനിൽക്കട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങളിലോട്ട് എല്ലാവരും നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിസ് ഈസ് നൈസൽ സൈനിങ് ഓഫ് ബിസ് സ്റ്റോറീസ്. താങ്ക് യു.